കൊടുങ്ങല്ലൂർ അമ്മയുടെ മുഖ്യ ശ്രീകോവിലിന് കിഴക്ക് ഭാഗത്താണ് രഹസ്യറ. ഈ അറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു വാതിലുണ്ട്. അത് മരം കൊണ്ടുള്ളതാണ്. ഉള്ളിൽ നിന്ന് ബന്ധിച്ചതുപോലെയാണ് ആ വാതിൽ. ആ വാതിലിന്റെ മുഖം മുഖ്യ ശ്രീകോവിലേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. രഹസ്യറയെയും ശ്രീകോവിലിനെയും വേർതിരിക്കുന്നത് ഒരേ ഭിത്തി തന്നെയാണ്. ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഭിത്തിയിലെ വടക്കോട്ട് നീങ്ങിയ വാതിൽ തുറന്നാൽ രഹസ്യറയുടെ പടിഞ്ഞാറേ ഭിത്തി കാണാം. ഈ ഭിത്തിയിലാണ് പട്ടുതൂക്കി അലങ്കരിച്ചിട്ടുള്ളത്. രഹസ്യറയിൽ നിന്നുള്ള ദേവീ സങ്കല്പം ഇതിലൂടെ പ്രധാന മൂർത്തി സങ്കല്പത്തിലേക്ക് പ്രവഹിക്കുന്നു. രഹസ്യറയ്ക്ക് ശ്രീമൂലസ്ഥാനം എന്നും പേരുണ്ട്. ചേരൻ ചെങ്കൂട്ടവൻ മൂലപ്രതിഷ്ഠ നിർവഹിച്ച ശ്രീമൂലസ്ഥാനമാണ് പിന്നീട് രഹസ്യറയായത്. ആ അറയ്ക്കുള്ളിൽ ആ സ്മാരകശില ഒരുപിടി വീരാരാധനയുടെ സ്മരണകളുമായി വിശ്രമിക്കുന്നു. ബ്രാഹ്മണന്മാർക്ക് ആധിപത്യമുള്ള കാലത്ത് ക്ഷേത്രം പുതുക്കിയപ്പോൾ കാലങ്ങളായി ദ്രാവിഡ ജനത ആരാധിച്ചു പോന്ന ദേവീ സങ്കല്പത്തിനെ നിശേഷം തുടച്ചു നീക്കാതെ ഇരിപ്പിടം മാറ്റി പ്രതിഷ്ഠിച്ച് നമ്പൂതിരിവൽക്കരിച്ച് ഭദ്രകാളി സങ്കല്പം വളർത്തിയെടുത്തു. മൂലസ്ഥാനം രഹസ്യറയായി മാറി. ആ രഹസ്യം നീണാൽ നിലനിൽക്കാൻ അത് രഹസ്യം തന്നെയാക്കി നിലനിർത്തി. ആദിപ്രതിഷ്ഠ നടത്തിയ കണ്ണകിയുടെ സ്മാരകശില ആ രഹസ്യറയിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അറയുടെ പവിത്രത നിലനിർത്തി പുതുതായി പ്രതിഷ്ഠിച്ച തൊട്ടടുത്ത ശ്രീകോവിലിൽ ശ്രീ ഭദ്രകാളി കൊടുങ്ങല്ലൂരിന്റെ അമ്മയായി നീണാൽ വാഴുന്നു. ശങ്കരാചാര്യ സ്വാമികൾ ശിവസാന്നിധ്യം വരുത്തി ശിവശക്തി ബന്ധം ഉറപ്പിച്ച് ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയതും ഈ രഹസ്യറയിൽ തന്നെയാണ്. രഹസ്യറയിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്ക് ഉദ്ദേശം 100 അടിയോളം ദൂരത്തിൽ ഒരു തുരങ്കമുണ്ടായിരുന്നു. മീനഭരണി പ്രമാണിച്ച് നടയടച്ചു കഴിഞ്ഞാൽ നട തുറപ്പ് വരെ അടികളാണ് എല്ലാ പൂജകളും നിർവഹിച്ചിരുന്നത്. ഓരോ യാമത്തിലും ഓരോ പൂജയെന്ന കണക്കിൽ അതീവ രഹസ്യമായി നടത്തുന്ന ഈ പൂജയ്ക്കവർ ഈ തുരങ്കത്തിലൂടെയാണ് പണ്ട് വന്നുപോയിരുന്നത്. തുരങ്കത്തിന്റെ പ്രവേശനാദ്വാരം അടികൾ താമസിക്കുന്ന മഠത്തിന്റെ സമീപത്താണ്. ഈ പൂജയുടെ പ്രസിദ്ധിയും ദിവ്യത്വവും കണക്കിലെടുത്ത് ഇടക്കാലത്ത് പ്രവേശനാദ്വാരത്തിൽ ഒരു ഭണ്ഡാരവും ദീപസ്തംഭവും സ്ഥാപിച്ചു. അന്നു മുതൽ കവാടത്തിന് ഭണ്ഡാരത്തറയെന്ന പേര് ലഭിച്ചു. ഇന്ന് ഈ തുരങ്കം അടച്ച നിലയിലാണ്. രഹസ്യറയിൽ ചെങ്കൂട്ടവും പ്രതിഷ്ഠിച്ച പത്നി ദേവിയോ ശ്രീ ശങ്കരൻ ശ്രീചക്രത്തിലൂടെ സ്ഥാപിച്ച ശക്തി ദേവിയോ ആരായിരുന്നാലും ആ ദേവത രഹസ്യറയിൽ നിന്നും ബലിക്കല്ലിലേക്ക് സാന്നിധ്യമരുളുകയും തിരിച്ചുപോയി ശ്രീമൂലസ്ഥാനത്ത് തന്നെ കുടികൊള്ളുകയും ചെയ്യുന്നു എന്ന വിശ്വാസത്തെ നിലനിർത്തുന്ന വിധത്തിലാണ് ക്ഷേത്രത്തിലെ ദൈനംദിന പൂജയിലെ ആചാരാനുഷ്ഠാനങ്ങൾ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.